നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് മുരിങ്ങയുടെ ഫ്ലഷ് മാത്രമായിട്ട് ചീകിയെടുത്തത്, പിന്നെ ഇത് കുറച്ച് വാഴച്ചുണ്ട്. ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെച്ചേക്കാണ്, ഒരു അരമണിക്കൂറായി കാണും. പിന്നെ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തത്. ഇത് ഉണ്ടാക്കാനായിട്ട് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ടായിരുന്നു അതിനകത്തുണ്ട്. പിന്നെ ഇത് വറ്റൽമുളക്, ഇത് ഉഴുന്ന്, പിന്നെ ഇത് കടുക്, പിന്നെ ഇത് പരിപ്പ് വേവിച്ചെടുക്കുകയാണ്, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തത്. ഇത് ഉപ്പ്. ആദ്യമേ നമുക്ക് കുറച്ച് മുരിങ്ങയുടെ ഈ ഫ്ലഷ് ഏറ്റവും വലിയ ഇത് നോക്കിയാണ് ഞാൻ എടുത്തത്. അതും പിന്നെ പച്ചമുളകൊക്കെ നേരത്തെ ഇട്ടതാണ് 2-3. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ പച്ചമുളക്, ഈ ചുവന്നുള്ളി, ഈ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. ശരിക്കും പേസ്റ്റ് പോലെ ഒന്നും ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അതാണ് നല്ലത്. നമ്മളൊരു മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കുന്നത്, തേങ്ങയില്ല കേട്ടോ. ഇപ്പോഴത്തെ മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകവും ബാക്കിയെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോകണം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ, പക്ഷേ ഇത് തേങ്ങയല്ല, മുരിങ്ങയുടെ ഫ്ലഷാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഇതിനകത്തേക്ക് ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കണം. ഇതെല്ലാം ഇട്ട് പിന്നെ ഈ പരിപ്പും കൂടി ഇടാവേ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്, നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇതും കൂടി കംപ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കാവേ. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി തിരുമ്മി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മളൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തത് ഒരു അരമണിക്കൂർ ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചായിരുന്നു. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ് കേട്ടോ. കുറച്ച് കടുക്, പിന്നെ കുറച്ച് ഉഴുന്ന്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കമത്തി ഇടുന്നെന്ന് ആരും വിചാരിക്കില്ല. ഞാൻ സ്പൂണിലെടുത്തിടുന്നതിനേക്കാൾ നല്ലത് എനിക്കിതാണ് താല്പര്യം. പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി ഇടാണ്, എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഉണക്കമുളക് ഇടുമ്പോൾ ലോ ഫ്ലെയിമാക്കി വെക്കണതാണ് നല്ലത്, അത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ ഈ കറി അങ്ങ് ഇടുക, ശരിക്കും മിക്സ് ചെയ്തത് നമ്മളിടാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുഴുവൻ കമത്തിയിടാതെ ആദ്യം പെട്ടെന്ന് തന്നെ കുറച്ചിടുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും മുളക്. നമുക്കിത് മുഴുവൻ ഇടാവേ. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉഴുന്ന് പരിപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്, ഭയങ്കര സുഖമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ കൂടെ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് വാഴച്ചുണ്ടും മുരിങ്ങയുടെ മറ്റേ ഫ്ലഷും പിന്നെ പരിപ്പും, ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. തേങ്ങ പോലും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.